ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീച്ച് ഞാനൊന്ന് ഫ്രഷപ്പായി. ഷുട്ടൂപ്പി എണീച്ചിട്ടില്ല, അതിപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എണീച്ച് വന്ന അപ്പം തന്നെ അവൾ എൻ്റെ ബാക്കിൽ തന്നെ എണീച്ച് വരും. അപ്പോൾ ആൾ എണീക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ഫ്രഷപ്പായി, പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് സെറ്റായി. പിന്നെ നേരെ പോയിട്ട് ഇതാ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി ഞാൻ. ഇന്ന് എൻ്റെ 30 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഒരു സെക്കൻഡ് ഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ അമ്മയ്ക്ക് മീനൊക്കെ മുറിച്ച് അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറികളൊക്കെ അടുപ്പത്തുണ്ട്. എല്ലാം സടപടേന്ന് ഉണ്ടാക്കുന്നുണ്ട് അമ്മ. അപ്പോൾ അപ്പോഴേക്ക് തന്നെ ഇതാ ഷുട്ടൂപ്പി എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവളെ ഒന്ന് ഫ്രഷപ്പ് ആക്കണം. ഷുട്ടൂനെ ഒന്ന് എടുത്ത് കുറച്ചൊന്ന് സമാധാനിപ്പിച്ച് പിന്നെ നേരെ നമ്മൾ പല്ലിയേക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞാൻ ഹിമാലയൻ്റെ ഒരു ബേബി ടൂത്ത് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല, അവൾ പല്ലൊക്കെ നല്ലപോലെ തേക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് വലിയ ഫ്ലേവറൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ തേക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ പല്ല് തേക്കാനുള്ള പരിപാടിയിലാണ്. അയ്യോ, പിന്നെ എടുത്ത് വാങ്ങിട്ടാ കഴുകിയതല്ലേ മതി. അമ്മേ അതോ തണുക്കുന്നയാ തണുക്കുന്ന വേണ്ട, ഇപ്പൊ തണുക്കുന്ന മതിയില്ല. ആ അത് വാങ്ങി തരുക. നേരെ നിൽക്കാതെ മുടി കെട്ടാൻ. ഷുട്ടൂനെ പല്ലൊക്കെ തേച്ച് സൈഡാക്കിയിട്ട് ഞാൻ നേരെ പിന്നെ ചായ വെക്കാൻ വേണ്ടിയിട്ട് പോയി. നമുക്ക് ഇന്ന് ഇഡ്ഡലി ചട്നിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് ഇഡ്ഡലി ചട്നി സാമ്പാറൊക്കെ. ആദ്യം ഞാൻ ഒരു 4 കഴിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം പോർഷൻ കൺട്രോൾ ചെയ്തിട്ടാണോ എന്താണെന്ന് അറിയില്ല. ഞാൻ എടുത്ത 3 ഇഡ്ഡലിയിൽ 2 മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെന്താ ഞാൻ നേരെ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ആളവിടുന്ന് ബ്ലോക്സൊക്കെ വെച്ച് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. എനിക്ക് ഇഡ്ഡലി വേണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് റെഡിയായി. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ സാധനങ്ങൾ അയക്കാനൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാകുന്ന എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. നമ്മളിവിടെ നിന്ന് നടക്കാനേ ഉള്ളൂ പോസ്റ്റ് ഓഫീസ്. ആ കാണുന്ന PCM എഴുതി അതിൻ്റെ അപ്പുറത്തായിരുന്നു നമ്മുടെ പോസ്റ്റ് ഓഫീസ് വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് ചീരയൊക്കെ വാങ്ങിച്ചു. അച്ഛനുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ. അതിനിതാ നേരെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മളെ ചീര കഷ്ണിക്കാനുള്ള പരിപാടിയിലേക്ക് എത്തി. ചുട്ടു വന്നപ്പം കുറച്ച് കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടാണ്ട് പോയി എന്ന് പറഞ്ഞ്.
അവളെ ഞാൻ കുറേ നേരം വിളിച്ചതാണ്. പിന്നെ അവൾ എന്തൊക്കെയോ കളിയിലായപ്പോൾ പിന്നെ ഞാൻ ലേറ്റാവും വെയിലാവുന്നതിനൊക്കെ വേഗം പോയിട്ട് വരാമെന്ന് ചോദിച്ച് ഞാൻ ആളെ കൂട്ടാണ്ടാ പോയെ. ഞാൻ വരുന്ന വഴിക്കാണ് ആളെന്നെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് സമാധാനിപ്പിച്ച് ഇപ്പാടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ കയറി നമ്മുടെ ചീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്, സൂപ്പർ സാധനം. അമ്മ ഡോറ വെച്ചു കാറ്റ്. അങ്ങനെ നമ്മൾ അല്ലറച്ചില്ലറ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് കുറച്ചധികം എഡിറ്റിംഗ് ബാക്കിയുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ഷൂട്ടൊക്കെ ചെയ്തതിൻ്റെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട എല്ലാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് തീർക്കാൻ വിചാരിച്ചു. ഇന്ന് കുറച്ച് ഭയങ്കര ടയറി ആയിട്ടുള്ളൊരു ദിവസം. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്തിട്ട് പണി തീർക്കാൻ നോക്കട്ടെ. അപ്പോൾ എന്നാലും എൻ്റെ കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കുറച്ചമ്മ എഡിറ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചെറിയൊരു വിശപ്പിൻ്റെ വിളി വന്നു. ഞാനൊരു പഴം എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ നല്ല അടിപൊളി നാടൻ കർമൂസ, നമ്മുടെ നാട്ടിൽ കർമൂസ എന്ന് പറയും, പപ്പായ എന്ന് പറയും. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് അമ്മ ചെത്തി വെക്കുന്നുണ്ട്. അതും കഴിച്ചു നമ്മൾ. വേണ്ട കുത്തക്കാട് പപ്പാടിയൊന്നും വേണ്ട. കുത്തക്കാട് പപ്പാടിയൊന്നും വേണ്ട. അങ്ങനെയല്ല, പാടാനാ പറഞ്ഞു. ABCD വേണമെന്നല്ല. പറ ABCD HIJK PQRS WY. Yeah, very good. No, 1 2 3 banana. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Yeah. A good girl and good girl. What is your name? What is your name? പറഞ്ഞോടുക്ക് പേര് പറ. പറ. What is your name പറപ്പാ? What is your name പറ? My name Janvi's mother. Janvi's mother. കൊന്നി വക്ക് പറയപ്പോ നമ്മളാ വേണ്ട. ആരാ ഉറങ്ങുന്നേ? ആരാ കുളിച്ചേ? സുന്ദരി കുളിച്ചില്ലേ? സുന്ദരി കുളിച്ച് ടവലൊക്കെ പൊച്ചൊങ്ങി. ചോടുന്നുണ്ടേ നമുക്ക്. ഷുട്ടൂപ്പിനെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ഞാനിതാ നേരെ നമ്മൾ ഇന്നലത്തെ കുറച്ച് മുട്ടച്ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കളയണ്ടെന്ന് വെച്ചാൽ അത് കഴിക്കാൻ നിന്നു. അപ്പോൾ ഞാൻ ചുമ്മാ TV ഇങ്ങനെ മാറ്റിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് മൂവി കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയൊന്നും എത്ര കണ്ടാലും മതിയാവില്ല. അപ്പോൾ അതും കണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ ചുട്ടുപ്പി അമ്മയും ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ ചുറ്റിനും ഒങ്ങനല്ലേ? ചുട്ടിപ്പോ പപ്പായ കഴിച്ചില്ലേ? അത് ബബോ കാറ്റ് കണ്ടാ. നമ്മൾ ഉറങ്ങാൻ പോന്ന പറ. ഉറങ്ങി എണീച്ചിട്ട് കാണാ.
അതിനിതാ നമ്മൾ രണ്ടാളും ഒരു ഉറക്കല്ല എണീച്ചു. അച്ഛനും അമ്മമ്മ ഇവിടെ ഇല്ല. ഇവിടെ ഭയങ്കര ഡാർക്ക് ലൈറ്റ്സ്. തണുപ്പായതുകൊണ്ട് എൻ്റെ ലിപ്സും മുഖവും ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. തണുപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചായ വെക്കാൻ പോവാണ് അല്ലേ? എൻ്റെ ഗ്രീൻ ടീ എടുത്ത് കളിക്കാതോ കളഞ്ഞോ? അത് ഇതിനകത്തിട്ട് ഫുഡ് അതിലിട്. ആ ഇട്. ഞാൻ ഗ്രീൻ ടീ ആൻഡ് ഷുട്ടാപ്പിക്ക് ഞാൻ ഹോർലിക്സ് ആക്കുന്നുണ്ട്. അതായത് നമ്മൾ ആക്കട്ടെ. ഞാൻ ഗ്രീൻ ടീ എടുത്തു, എസ്റ്റർ ബിസ്ക്കറ്റ് എടുത്തു, ഷുട്ടു മിൽക്കി ബിക്കീസും ഹോർലിക്സും. അടുപ്പിച്ച് വെക്ക് പൊന്നോ. കപ്പ അടുപ്പിച്ച് വെക്കടാ. കുറച്ച് അങ്ങോട്ട് വെക്ക്. ആദ്യം നമ്മൾ ഷുട്ടുവിന് എയറോറോട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം മിൽക്കി ബിക്കീസ് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റാണ് മിൽക്കി ബിക്കീസ്. അപ്പോൾ അത് കൊടുക്കും ഇപ്പോൾ. നമ്മൾ അടിച്ചു വാരലും പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷുട്ടുവിന് പിന്നെ ഏച്ചിമാറും വന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ നേരെ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. വർക്കൗട്ട് ഞാൻ ഇപ്പം തീരെ പറ്റില്ലെങ്കിൽ മാത്രമേ ചെയ്യാണ്ടിരിക്കൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ മടിയെല്ലാം ഫുള്ള് ഞാൻ തന്നെ പുഷ് ചെയ്ത് ഞാൻ തന്നെ ചെയ്യും. കാരണം ഇപ്പം കുറേ നാൾ ചെയ്യാണ്ട് ഗ്യാപ്പ് വന്നുകൊണ്ട് ഭയങ്കര മടിയാണ് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പുഷ് ചെയ്ത് പരമാവധി ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ 30 ഡേയ്സ് ചാലഞ്ചസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം നേരെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് കൂൾ ഡൗൺ ടൈമൊക്കെ കുറച്ചധികം കൊടുക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയിട്ട് കുളിക്കും. അപ്പോൾ ഇനിയിപ്പം നമ്മൾ കുളി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ എൻ്റെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. കുറച്ച് കൂൾ ഡൗൺ ടൈമാണ്. ഇവിടെ വിളിച്ച് കുറവുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ പോയി കുളിക്കും. 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ കുളിച്ചിട്ട് കാണാം. ഇന്ന് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മഷ്റൂം വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും മഷ്റൂം നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. സോ ഞാൻ എപ്പോഴും കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കും. അപ്പോഴേക്കും നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോഴേക്കും അതൊക്കെ സെറ്റാവും. അപ്പോൾ ഇതാ ഷുട്ടൂപ്പി എത്തിയിട്ടുണ്ട്. ആൾക്കും എന്തെല്ലോ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം അമ്മ എന്തായിരുന്നു കഴിച്ചേ? അമ്മ ഉഴുന്ന് ദോശ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ മഷ്റൂം നമ്മുടെ സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങനെ മൊത്തമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഷോർട്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ മേലെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ കാണാമല്ലോ.
അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു അതന്നെ ഇപ്പോൾ ആൾക്കും ചെയ്യണം. കത്തിയെടുക്കണം, മുറിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം എല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ സാലഡൊക്കെ റെഡിയായി. ഞാൻ സാലഡ് കഴിച്ചു. ഞാൻ ഇതിനകത്ത് കുറച്ച് വെജ് മയോ നമ്മുടെ ഒരു സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് ഞാൻ നേരെ പോയിട്ട് പാൽ ചൂടാക്കി. ഞാനിപ്പം ഡെയിലി മുട്ടയും പാലും കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് ആഫ്റ്റർ ഡെലിവറി നമ്മുടെ കാൽഷ്യം ഡെഫിഷ്യൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കും. ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മൾ വെറുതെ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് കാര്യമില്ല, അതിനനുസരിച്ചുള്ള ഫുഡും കൂടെ ഉള്ളിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഷുട്ടിന് കൊടുക്കുമ്പോൾ ഞാനും ഒരു ഗ്ലാസ് പാൽ കുടിക്കും. അപ്പൊ ഇന്നത്തെ നമ്മളൊരു വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ ഇവിടെ പിടിച്ച് കിടത്തി ഉറക്കണം, എനിക്ക് ഉറങ്ങണം. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ 12 മണി വരെ ഇതാണ് പരിപാടി. പാട്ടച്ചേരിയും ഡാൻസും എല്ലാം ഉണ്ടാവും. ചാഞ്ചക്കം നിന്നോട് ഞാനെന്നാ പറഞ്ഞേ അതിന്റെ മേലെ കയറിയിരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ അമ്മയും കുട്ടിയും താഴെ പോയേനെ. അതെടുത്തൊക്കെ പില്ലോ. പിന്നെ നമ്മളൊരു വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അധികം വലിച്ചു കിട്ടാൻ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം എല്ലാവരും എന്തായാലും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.